ഹായ് നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയസിലൊക്കെ രാഹുൽ മാങ്കൂട്ട് എന്ന കോൺഗ്രസ്സുകാരനെതിരെ ഒരുപാട് ആരോപണങ്ങളും അലിഗേഷൻസ് ആയിട്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നു. അത് പത്രമാധ്യമങ്ങളിൽ വൈറലാകുന്നു. എന്നാൽ ആ വ്യക്തിക്കെതിരെ നിലവിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ആളുകൾ സംശയമുണ്ടോ, എന്തുകൊണ്ടാണ് ഇന്ന് കേസ് രജിസ്റ്റർ ഇത്രയും ആരോപണങ്ങളായിട്ട് ആളുകൾ വന്നിട്ട് പത്രമാധ്യമങ്ങൾ ഇത്രയും തെളിവുകളായിട്ട് വന്നിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാത്തതെന്ന്? ഒരു വ്യക്തിക്കെതിരെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ ആദ്യം ആ വ്യക്തി പോലീസിന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. ആ കംപ്ലൈൻറ്റ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ, അദ്ദേഹത്തിനെതിരെ പോലീസിന് ഒരു നിയമ നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത വിധത്തിൽ പത്രമാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയസിലോ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാത്രം പോലീസിന് ഇങ്ങനത്തെ കേസുകളിലൊന്നും കേസെടുക്കാൻ പറ്റില്ല. പോലീസിന് സ്വമേധ കേസെടുക്കുന്ന ചില കേസ് സാഹചര്യങ്ങളുണ്ട്. അത് കുട്ടികൾക്കെതിരെ അക്രമം, അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ അക്രമം, അല്ലെങ്കിൽ മർഡർ, ഇങ്ങനത്തെ കേസുകളിലൊക്കെ പോലീസിന് സ്വമേധ കേസെടുക്കാം. ബാക്കിയുള്ള കേസുകൾക്ക് കൃത്യമായിട്ട് ഒരു പരാതി ആവശ്യമാണ്, റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതി ആവശ്യമാണ്. പലരും സോഷ്യൽ മീഡിയസിലൊക്കെ പറയും, എന്തുകൊണ്ട് സർക്കാർ കേസെടുക്കുന്നില്ല, എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്നൊക്കെ. ഇതിൽ കൃത്യമായിട്ട് ഒരു പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് പരാതി വരുന്നത് വരെ പോലീസിന് വെയിറ്റ് ചെയ്യേ രക്ഷയുള്ളൂ. നിലവിലിപ്പം വനിതാ കമ്മീഷൻ സ്വമേധ കേസെടുത്തു എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം നിലനിൽക്കും, എത്രത്തോളം അതിന് മുന്നോട്ട് പോകാൻ പറ്റും? കാരണം ഇതിൽ പരാതിക്കാരി അതിൽ മൊഴി കൊടുക്കേണ്ടതുണ്ട്. പരാതിക്കാരി മൊഴിയിൽ ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കേസും നിലവിൽ തള്ളപ്പെടും. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. നിലവിൽ നമ്മൾ പരാതി കൊടുത്താൽ മാത്രമേ പോലീസിനായാലും സർക്കാരിനായാലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇത്തരം കേസുകളിൽ പരാതി ഉള്ളവർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പോലീസിനോ നിയമ സംവിധാനത്തിനോ ഇതിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല.